മുതലപ്പുഴയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരെ പ്രതിഷേധം. മന്ത്രി ജോർജ് കുര്യൻ സംസാരിക്കുന്നതിനിടെ ആളുകൾ വേദി വിട്ടുപോയി. മുതലപ്പുഴ മത്സ്യബന്ധന തുറമുഖം 177 കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടന പരിപാടിക്കിടെയാണ് ആളുകൾ വേദി വിട്ടുപോയത്. കാണാം ദൃശ്യങ്ങൾ. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ സജി ചെറിയാൻ, ബഹുമാനപ്പെട്ട മത്സ്യബന്ധന സാംസ്കാരിക ശ്രീ അബ്ദുൾ നാസർ IAS, ശ്രീമതി ജോർജ് കുര്യൻ പ്രസംഗിച്ചു തുടങ്ങിയതോടുകൂടി വേദിയിൽ ഉണ്ടായിരുന്ന ഓരോരുത്തരായി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. കേരളത്തിൽ അടുത്ത കാലത്തൊന്നും BJPയിൽ നിന്ന് ഒരു നേതാവിനും ഒരു കേന്ദ്രമന്ത്രിക്കും ഇത്തരത്തിലൊരു പ്രതികരണം നേരിടേണ്ടി വന്നിട്ടില്ല. എല്ലാവരും ഓരോരുത്തരായിട്ട് സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. കന്യാസ്ത്രീകൾ ഇപ്പോഴും ജയിലിൽ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധം എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ സോളമൻ നമുക്കൊപ്പമുണ്ട്. അരുൺ സോളമൻ, ഈ ജോർജ് ഇങ്ങനെയൊരു പ്രതിഷേധം നമ്മൾ അടുത്തെങ്ങും കണ്ടിട്ടേയില്ല. ജോർജ് കുര്യൻ മന്ത്രി അവിടെ പ്രസംഗിച്ചു തുടങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസ് ഇറങ്ങിപ്പോവുകയാണ്. അത് തീർച്ചയായിട്ടും ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു രൂപമായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്? ജോർജ് കുര്യനോടുള്ള ഈ വിയോജിപ്പ്, കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജോർജ് കുര്യൻ രാവിലെ നമ്മളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാതെ പോയി. ഇതിലടക്കമുള്ളൊരു വിയോജിപ്പാണോ സദസ്സിൽ കണ്ടത്? അരുൺ, ഒരു സംശയവും വേണ്ട. കാരണം സമീപകാലത്ത് പ്രത്യേകിച്ചും ഒരു മലയാളി കൂടിയായിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പ്രതികരണം ഒരുപക്ഷെ മലയാളികൾ ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനപ്പുറം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പരിഹാസ രൂപേണാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇത് കേരളത്തിലെ മലയാളികൾ പ്രത്യേകിച്ചും കത്തോലിക്ക സമൂഹം കണ്ടതാണ്. അതിന്റെ ഒരു പ്രതിഷേധം തന്നെയാണ് ഇന്ന് മുതലപ്പുഴയിൽ കണ്ടത്. കാരണം എക്കാലവും മുതലപ്പുഴയിലെ ജനതയുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ഇന്നിപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഔദ്യോഗികമായിട്ട് അത് ഉദ്ഘാടനം കുറിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായിട്ടാണ് ഇന്ന് എത്തിയത്. പക്ഷേ ചില സാങ്കേതിക തകരാറിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം കുറച്ച് വൈകി. ഇതിന് പിന്നാലെയാണ് ജോർജ് കുര്യൻ അവിടെ പ്രസംഗിക്കാനായിട്ട് എഴുന്നേറ്റെത്തിയതും രണ്ട് വാക്ക് സംസാരിക്കുമ്പോൾ തന്നെ വേദിയുടെ പിൻവശത്ത് നിന്ന് കടലിരുമ്പ പോലെ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് പിന്നാലെ കാണുന്നത്. ഇത് കത്തോലിക്ക സമൂഹത്തിന്റെ പ്രതിഷേധം എന്തായാലും കേന്ദ്രമന്ത്രി കൂടിയുള്ള ജോർജ് കുര്യന് കനത്ത ഒരു പ്രഹരം തന്നെയാണ്. പ്രതിഷേധമാണ് ആ അർത്ഥത്തിൽ നമ്മൾ കണ്ടത് മുതലപ്പുഴയിൽ. താങ്ക് യു. അരുൺ സോളമനാണ് നമുക്കൊപ്പം ചേർന്നത്.